ആരോഗ്യമാണ് സമ്പത്ത് എന്ന പ്രയോഗം വളരെ പ്രസക്തമായ കാലമാണിത്. ആ സമ്പത്ത് ആർജിക്കാനും നിലനിർത്താനും അറിവ് പ്രധാനമാണ്. അറിവിലൂടെ ആരോഗ്യം നേടാം. ഗുഡ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കരളിൽ കൊഴുപ്പടിയുന്നതിൽ തുടങ്ങി കരളിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി തകരാറിലാകും വിധത്തിൽ കരളിനെ ബാധിക്കുന്ന കരൾ രോഗങ്ങൾ നിരവധിയാണ്. പ്രായമോ ശീലങ്ങളോ ഒന്നും കണക്കാക്കാതെ ആരെയും കരൾ രോഗങ്ങൾ കീഴ്പ്പെടുത്തുന്നു. കരൾ രോഗത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും കരുതലുകളെക്കുറിച്ചുമാണ് ഇന്ന് ഗുഡ് ലൈഫിൽ പറയുന്നത്. മലയാളികളുടെ പ്രിയ നടൻ കലാഭവൻ മണിയുടെ മരണവാർത്ത ഏൽപ്പിച്ച ആഘാതം കേരളം മറന്നിട്ടില്ല. ഗുരുതരമായ കരൾ രോഗത്തിന് അടിമയായിരുന്നു മണിയെന്ന് ലോകമറിഞ്ഞതുപോലും അദ്ദേഹത്തിൻ്റെ വേർപാടോടെയാണ്. ഈ കഴിഞ്ഞ മാർച്ച് 6-ന് 45-ാം വയസ്സിൽ മരണത്തിന് കീഴ്പ്പെടുമ്പോൾ ഇങ്ങനെയൊരു മരണം നമ്മുടെ മണിക്കുണ്ടായല്ലോ എന്ന് വിലപിക്കാനേ നമുക്ക് കഴിഞ്ഞുള്ളൂ. ട്രാഫിക് എന്ന സിനിമയിലൂടെ മലയാള സിനിമയുടെ ദിശ മാറ്റിയ പ്രതിഭാശാലിയായ യുവസംവിധായകനായിരുന്നു രാജേഷ് പിള്ള. വൈദ്യശാസ്ത്ര രംഗത്ത് ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസിന്റെ ഇരയായിരുന്നു രാജേഷ്. കഴിഞ്ഞ ഫെബ്രുവരി 27-ന് മരണത്തിന് കീഴ്പ്പെടുമ്പോൾ അദ്ദേഹത്തിന് വയസ്സ് 40. ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ തിരക്കഥാകൃത്ത് ടി എ റസാഖ് കരൾ രോഗങ്ങളോട് പൊരുതി തോറ്റുമടങ്ങുമ്പോൾ അദ്ദേഹത്തിന് പ്രായം 58. സമൂഹത്തിനും കുടുംബത്തിനും തീരാ നഷ്ടമായ ഈ വ്യക്തികളുടെ പേരുകൾ നമുക്ക് വളരെ സുപരിചിതമായതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ പരാമർശിച്ചത്. അകാല മരണം എന്ന് തന്നെ പറയാവുന്ന ഇത്തരം മരണങ്ങളിലേക്ക് ആളുകളെ നയിക്കുന്ന കരൾ രോഗങ്ങളെ തിരിച്ചറിയാൻ നാം ഇനിയും വൈകരുത്. ശരീരത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ 500-ലധികം വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കുന്ന അതിപ്രധാനമായ ആന്തരികാവയവമാണ് കരൾ. പലപ്പോഴും സ്വയം സുഖപ്പെടുത്താനും പുനർജനിക്കാനുമുള്ള ശേഷി കരളിനുണ്ട്. ഇത് തന്നെയാണ് പല കരൾ രോഗങ്ങളും സങ്കീർണമാകും വരെ നമ്മൾ തിരിച്ചറിയാതിരിക്കാനുള്ള കാരണവും. ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗനാണ് ലിവർ. ലിവർ നമ്മുടെ ശരീരത്തിൽ റൈറ്റ് സൈഡിൽ റിബ് കേജിൻ്റെ താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ ഫുഡിലെ ടോക്സിൻസും ന്യൂട്രിയൻസും ഡൈജസ്റ്റ് ചെയ്ത ശേഷം അബ്സോർബ് ചെയ്ത് രക്തത്തിലേക്ക് എടുക്കുകയും കൊളസ്ട്രോൾ മെറ്റബോളിസം, ഷുഗർ കൺട്രോൾ, ഷുഗർ ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യുക, ആൽക്കഹോൾ മെറ്റബോളിസം, എല്ലാ മെഡിസിൻസ് നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ് എല്ലാം മെറ്റബോളൈസ് ചെയ്യുന്നതും ഡീടോക്സിഫൈ ചെയ്യുന്നതും ലിവറിലാണ്. അപ്പോൾ കരളിൻ്റെ മെയിൻ പ്രവർത്തനം ഡീടോക്സിഫിക്കേഷനാണ്. കരൾ രോഗങ്ങളെ പ്രധാനമായും രണ്ടായി വേർതിരിക്കാം. മദ്യപാനം മൂലമുണ്ടാകുന്ന ആൽക്കഹോളിക് ലിവർ ഡിസീസസും ഭക്ഷണത്തിലെയും ജീവിതശൈലിയിലെയും തകരാറുകൾ കൊണ്ടുണ്ടാകുന്ന നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസസും. അത് മദ്യം കഴിക്കാതെ വരുന്ന സിറോസിസിൻ്റെ മെയിൻ കാരണങ്ങളൊന്ന് വൈറൽ ഹെപ്പറ്റൈറ്റിസ്, അതായത് ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി എന്നീ രോഗങ്ങൾ ക്രോണിക്കായിട്ട് ലിവറിൽ വന്നിട്ട് അത് കാരണം കരൾ ചുരുക്കം ഉണ്ടാവുകയും അതിനുശേഷം ജോണ്ടിസിലേക്ക് നയിക്കുകയും ചെയ്യും. വേറെ ഒരു വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കണ്ടീഷനാണ് നോൺ ആൽക്കഹോളിക് സ്റ്റേറ്റോ ഹെപ്പറ്റൈറ്റിസ്, അതായത് ഫാറ്റി ലിവർ റിലേറ്റഡ് സിറോസിസ്. ഓൾമോസ്റ്റ് 40% നമ്മൾ കണ്ടുവരുന്ന കരൾ ചുരുക്കം ലിവർ സിറോസിസ് പേഷ്യൻസും ഫാറ്റി ലിവർ കാരണമുള്ളതാണ്. ഫാറ്റി ലിവറിൻ്റെ മെയിൻ റീസൺ നമ്മുടെ ഇടയിൽ ഓയിലി ഫുഡ്, അതായത് ഒബേസിറ്റി, ഡയബറ്റീസ്, ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, അത് കാരണമാണ് ഫാറ്റി ലിവർ റിലേറ്റഡ് സിറോസിസും വരുന്നത്. കരളിനെ ബാധിക്കുന്ന ആധുനിക ജീവിതശൈലീ രോഗം എന്ന് തന്നെ വിശേഷിപ്പിക്കാം ഫാറ്റി ലിവറിനെ. കരളിലെ കോശങ്ങളിൽ കൊഴുപ്പടിഞ്ഞുകൂടിയാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത്. സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ കാണപ്പെടുന്ന ഫാറ്റി ലിവർ ചെറുപ്പക്കാരിലാണ് കൂടുതലായി കണ്ടുവരുന്നത്. മദ്യപാനവും തെറ്റായ ഭക്ഷണക്രമവും ജീവിതശൈലി തകരാറുകളുമാണ് പ്രധാന കാരണങ്ങൾ. ഫാറ്റി ലിവർ പ്രകടമായ രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. കരളിൻ്റെ വലിയൊരു ശതമാനം അപകടാവസ്ഥയിലെത്തുമ്പോൾ മാത്രമേ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങൂ. ഇതുകൊണ്ട് തന്നെയാണ് കരൾ രോഗങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കാൻ പലർക്കും കഴിയാതെ പോകുന്നത്. ലിവറിൻ്റെ 70-80% നശിച്ചതിന് ശേഷം മാത്രമാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. അതുകൊണ്ട് ലിവറിൻ്റെ അസുഖം നേരത്തെ കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ്. സാധാരണ ഒരു റുട്ടീൻ ചെക്കപ്പ്, വേറെ എന്തെങ്കിലും കാരണത്തിന് ചെക്കപ്പ് ചെയ്യുമ്പോഴാണ് മിക്കവാറും ലിവർ രോഗങ്ങൾ കണ്ടുപിടിക്കുന്നത്. പലപ്പോഴും ഒരു രോഗി എന്തെങ്കിലും പല്ലെടുക്കാൻ പോകുമ്പോൾ ഈ രക്തം കട്ട പിടിക്കുന്ന
പദാർത്ഥങ്ങളെല്ലാം ലിവറിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അമിതമായ രക്തസ്രാവം പല്ലെടുത്ത് കഴിയുമ്പോൾ ഉണ്ടാകും. അത് വെച്ചിട്ട് പിന്നീട് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ലിവർ ഡിസീസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. അമിതമായി മദ്യപിക്കുന്നവർ അല്ലെങ്കിൽ ഡയബറ്റീസ്, ലോങ് ടേം ഡയബറ്റീസ് ഉള്ളവർ, ഇങ്ങനെയുള്ളവർ അവരുടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് റെഗുലറായിട്ടൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കതിൽ എത്രത്തോളം പ്രോബ്ലം വന്നിട്ടുണ്ട്, എത്രത്തോളം ഡാമേജ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുവാനും അതിനെ നേരത്തെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെങ്കിൽ നേരത്തെ ട്രീറ്റ് ചെയ്യാനും പറ്റുന്നതാണ്. വൈറൽ ഹെപ്പറ്റൈറ്റിസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്താൽ നമ്മൾ കരൾ ചുരുക്കം ഒരു പരിധി വരെ റിവേഴ്സ് ചെയ്ത് നോർമൽ ആവാൻ ചാൻസ് ഉണ്ട്. മദ്യപാനികളിലും മദ്യപാനം ഒരു സ്റ്റേജ് വരെ മദ്യപാനം സ്റ്റോപ്പ് ചെയ്ത് നല്ല ന്യൂട്രീഷ്യസ് ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ, കരളിന് റെസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നല്ല വിധത്തിൽ ലിവർ ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഓൾമോസ്റ്റ് നോർമൽ ലൈഫിലേക്കും സ്റ്റേജിലേക്കും പോകാനും ചാൻസ് ഉണ്ട്. പുതിയ തലമുറ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട രോഗമാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. സ്ഥിരമായി ജങ്ക് ഫുഡ് കഴിക്കുന്ന, വ്യായാമം ചെയ്യാത്തവർക്കിടയിൽ ഈ രോഗത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കരളിൽ അമിതമായ കൊഴുപ്പടിഞ്ഞുകൂടി നീർക്കെട്ടും സിറോസിസും തുടർന്ന് കരൾ ക്യാൻസർ വരികയോ കരൾ പൂർണ്ണമായും പ്രവർത്തനരഹിതമാവുകയോ ചെയ്യുന്നു. മദ്യപാനം മൂലമുണ്ടാകുന്ന കരൾ രോഗങ്ങളെക്കാൾ അപകടകാരിയാണ് നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ്. സാധാരണ നിലയിൽ കാര്യമായ ഒരു ലക്ഷണവും കാണിക്കുന്നില്ല ഈ രോഗം. വയറിനുണ്ടാകുന്ന അസ്വസ്ഥതകളും ക്ഷീണവും ചിലപ്പോൾ ലക്ഷണമായേക്കാം. രോഗം മൂർച്ഛിക്കുന്നതോടെ വയറിന് വലതുഭാഗത്തെ വാരിയലിന് തൊട്ടു താഴെ ഉണ്ടാകുന്ന വേദന, ഓക്കാനം, ഛർദി, രക്തം ഛർദിക്കൽ, വയറ്റിൽ നിന്നും രക്തം പോക്ക്, കാലിലെ നീർവീക്കം, വിശപ്പില്ലായ്മ, ഭാരം കുറയൽ, ഓർമ്മക്കുറവ് എന്നിവയെല്ലാം ലക്ഷണങ്ങളായേക്കാം. ലിവറിൻ്റെ പ്രവർത്തനം വളരെ കുറയുമ്പോൾ പ്രധാന ലക്ഷണം അമിതമായ ക്ഷീണം ആണ് പ്രധാന കാരണങ്ങളാണ്. മറ്റ് ചില ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ വയറ് വീർത്ത് വരിക, അത് വയറിൽ വെള്ളം കെട്ടിയിട്ട് വയറ് വീർത്ത് വരിക, കാലിൽ നീര് വെക്കുക, പിന്നെ ഉറക്കക്കുറവ് അനുഭവപ്പെടുക, ആൻഡ് വളരെ കൂടിയ സ്റ്റേജിൽ ഈവൻ ഉറക്ക കൂടുതലും ബോധം നശിക്കുന്ന സ്റ്റേജ് വരെ കാണാറുണ്ട്. പിന്നെയുള്ള ലക്ഷണങ്ങൾ പറഞ്ഞ പോലെ പോർട്ടൽ ഹൈപ്പർടെൻഷൻ ഡെവലപ്പ് ചെയ്യുന്നവർക്ക് അന്നനാളത്തിൽ ധമനികൾ വികസിച്ച് വരും, അത് പൊട്ടിയിട്ട് രക്തം ഛർദ്ദിച്ച് ആദ്യമായിട്ട് അങ്ങനെ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. പിന്നെ പോർട്ടൽ ഹൈപ്പർടെൻഷൻ്റെ ഒരു ഇഫക്റ്റായിട്ട് പ്ലീഹ വീർക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു സ്വെല്ലിംഗ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്താൽ ഒരു പരിധി വരെ അതിൻ്റെ പ്രോഗ്രഷൻ സ്ലോ ചെയ്യാൻ സാധിക്കും. അതിൽ മെയിൻലി നമുക്ക് കാണാൻ പറ്റുന്നത് ഫാറ്റി ലിവറിൻ്റെ മെയിൻ റീസൺസ് ഒന്ന് ഒബേസിറ്റി, അതായത് ഓവർ വെയ്റ്റ്, സെക്കൻഡ് ഇസ് ആൽക്കഹോൾ, തേർഡ് ഡയബറ്റീസ്, അൺകൺട്രോൾഡ് ഷുഗർ, ഫോർത്ത് ഇസ് കൊളസ്ട്രോൾ, ഡിസ്ലിപ്പിഡീമിയ, അതായത് ട്രൈഗ്ലിസറൈഡ്സ് ഹൈ ആയിട്ട് കാണുന്ന കണ്ടീഷൻസ്. അപ്പോൾ ഇതിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് നമുക്ക് വെയിറ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാം, എക്സസൈസ് ചെയ്ത് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാം. രണ്ടാമത് ആൽക്കഹോൾ ഉണ്ടെങ്കിൽ നമുക്ക് ആൽക്കഹോൾ നിർത്തിയിട്ട് ഫാറ്റി ലിവറിൻ്റെ കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യാം.